നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നാവ്. പല്ലാകുന്ന മതിൽക്കെട്ടുകൾക്കുള്ളിൽ തളച്ചിട്ട എല്ലില്ലാത്ത നാവിൻ്റെ ശക്തി അപാരമാണ്. അതിനെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ വലിയ അപകടത്തിൽ ചെന്നു ചാടും. ഇതര സൃഷ്ടികളെ അപേക്ഷിച്ച് മനുഷ്യന് നൽകിയ മഹത്തായ അനുഗ്രഹമായ സംസാരശേഷി ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇരു ലോകത്തും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. നല്ല നിലയിൽ സംസാരിക്കുന്നവർക്ക് നല്ല പ്രതിഫലവും അള്ളാഹു നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു കലിമത്തിൻ ത്വയ്യിബത്തിൻ സ്വദഖ. എല്ലാ നല്ല വാക്കുകളും സ്വദഖയാണ്. സംസാരം കാരണം ഉണ്ടായിത്തീരുന്ന വിപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഒരാളെ കുറ്റം പറയൽ, അതുപോലെ നുണ പറയൽ, പരദൂഷണം, ഏഷണി, കള്ളസത്യം, ആവശ്യമില്ലാതെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടൽ, മറ്റുള്ളവരെ പരിഹസിക്കൽ തുടങ്ങി ഒരുപാട് വിപത്തുകൾ നമ്മുടെ നാവ് കാരണം വരുത്തി തീർക്കുന്നു. നമ്മുടെ സംസാരങ്ങൾക്ക് നിയന്ത്രണം വേണം. നിയന്ത്രണമില്ലാതെ സംസാരിച്ചു തുടങ്ങിയാൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് സംസാരിക്കുക. ബഹുമാനപ്പെട്ട ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ആർക്കെങ്കിലും തൻ്റെ ഹൃദയത്തെ തുറക്കണമെന്നോ പ്രകാശിപ്പിക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ അവന് ഗുണം ചെയ്യാത്ത അമിതമായ സംസാരം ഒഴിവാക്കണം. നോക്കൂ, നിങ്ങൾ വാക്കുകൾ നല്ല നിലയിലല്ലെങ്കിൽ ബന്ധങ്ങളെ നശിപ്പിക്കും. നമ്മുടെ വാക്കുകളും സംസാരവും ഒക്കെ നല്ല രൂപത്തിലാണെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയും ബന്ധങ്ങൾ നിലനിൽക്കുകയും സമൂഹത്തിൽ നമുക്കൊരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വസ്തുതകളും മനസ്സിലാക്കി സ്വയം നിയന്ത്രിച്ച് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടുതൽ സംസാരിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ, നമ്മുടെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ ഒരു മിതത്വം പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. നോക്കൂ നിങ്ങൾ, നമുക്ക് താങ്ങും തണലുമാകേണ്ടവർ തന്നെ നമ്മെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ നമ്മുടെയൊക്കെ മാനസിക അസ്വസ്ഥതകൾ എത്രയായിരിക്കും. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കും മാനസിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഓർക്കണം. പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിലൂടെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെ സഹോദരിമാരും ഭാര്യമാരും നമ്മളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇക്കാര്യം. ചില ആളുകളുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും കാണുമ്പോൾ ആകെ തളർന്നു പോവുകയാണ്. കുത്തുവാക്കുകളും ആക്ഷേപ സംസാരങ്ങളും കാരണം പല കുടുംബത്തിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഉമ്മ, ബാപ്പ, മക്കൾ എന്നിവർക്കിടയിൽ മക്കളുടെ വിവാഹശേഷം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വാക്കുകൾ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബാന്തരീക്ഷം ആകെ താറുമാറാകുന്ന അവസ്ഥകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. നബിയെ, താങ്കൾ എൻ്റെ ദാസന്മാരോട് പറയുക, അവർ സംസാരിക്കുകയാണെങ്കിൽ നല്ല വാക്കായിരിക്കണമെന്ന്. ഇന്ന ശൈത്വാന യസ്റഉ ബൈനഹും. തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പങ്ങൾ ഇളക്കിവിടുന്നു. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. തീർച്ചയായും പിശാച് മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാകുന്നു. പിശാചിന്റെ കെണി വലയങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബജീവിതത്തിലൊക്കെ വളരെ പ്രധാനമാണ് നല്ല വാക്കുകൾ പറയുക എന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇവരൊക്കെ പരസ്പരം കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാതെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.